ഉയരും പടകുലയും അരുതരുതേ കരയരുതേ ആടിത്തൻ പരപ്പിൽ നടക്കുന്നവൻ യേശുവല്ലേ നടന്നു വരും താഴ്ന്നു പോയാൽ അവൻ ഉയർത്തും തന്റെ മാറിൽ ചേർത്തണയ്ക്കും താഴ്ന്നു പോയാൽ അവൻ ഉയർത്തും തന്റെ മാറിൽ ചേർത്തണയ്ക്കും തന്റെ പാമയും പളങ്ങുകൊണ്ട് പലനകം കരണ്ടുകൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പളങ്കാലം കൊള്ളുകൊണ്ട് പാമരം പളങ്ങുകൊണ്ട് പലനകം കരണ്ടുകൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പളങ്കാലം കൊള്ളുകൊണ്ട് പാമരം പളങ്ങുകൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പളങ്കാലം പാമരം പളങ്ങുകൊണ്ട് പാമരം പളങ്ങുകൊണ്ട് പന്നകം കരിമ്പുകൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട് പാമരം പളങ്ങുകൊണ്ട് വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മാഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. പ്രഭാഷകൻ 6:14-17.
ഒരു നല്ല ചിന്ത. അപകടത്തിൽ ഇടതുകരം നഷ്ടപ്പെട്ടുവെങ്കിലും ആ 10 വയസ്സുകാരൻ എങ്ങനെയെങ്കിലും ജൂഡോ പഠിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചു. പ്രശസ്തനായ ഒരു ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് അവൻ പരിശീലനം തുടങ്ങി. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ട് ഒരു അടവ് മാത്രമേ ഗുരു അവനെ പഠിപ്പിച്ചുള്ളൂ. അവസാനം ധൈര്യം സംഭരിച്ച് അവൻ ഗുരുവിനോട് ചോദിച്ചു, മറ്റു അടവുകൾ എന്നാണ് പഠിപ്പിക്കുക? ഗുരു പറഞ്ഞു, നീയെ ഒരടവ് മാത്രം പഠിച്ചാൽ മതി, അതിൻ്റെ ആവശ്യമേ നിനക്കുള്ളൂ. ഗുരുവിനെ വിശ്വസിച്ച് കുട്ടി പരിശീലനം തുടർന്നു. ആദ്യ മത്സരം എത്തി. 2 പ്രതിയോഗികളെ നിഷ്പ്രയാസം തോൽപ്പിച്ച് അവൻ തന്നെ ജേതാവായി. മടക്കയാത്രയിൽ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, എങ്ങനെയാണ് ഒരടവ് മാത്രം പഠിച്ച് ഞാൻ ചാമ്പ്യനായത്? ഗുരു പറഞ്ഞു, ഒന്നാമത് നീ പഠിച്ചത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അടവാണ്. രണ്ടാമത് ആ അടവ് പ്രതിരോധിക്കാനുള്ള ഏക മാർഗം നിൻ്റെ ഇടം കൈയിൽ പിടിക്കുക എന്നതാണ്. നിൻ്റെ പ്രതിയോഗിക്ക് അത് സാധ്യവുമായിരുന്നില്ല. നഷ്ടങ്ങൾ നേട്ടങ്ങളും ഉണ്ടാവും. പിടിച്ചു കയറാനുള്ള മനസ്സും മനക്കട്ടിയും ഉണ്ടെങ്കിൽ പകരം വയ്ക്കാനാവാത്ത വിജയങ്ങൾ നേടിയവരെല്ലാം വൈപരീത്യങ്ങളെ അതിജീവിച്ചിട്ടുള്ളവരാണ്. ഗുണമറിയുന്ന ഒരു ഗുരു ഉണ്ടാകണം. പിടിച്ചു നടത്താൻ മാത്രമല്ല, കൈ പിടിക്കാൻ ആവില്ലെന്ന് അറിയുമ്പോഴും കരുത്തായി കൂടെ നിൽക്കുവാൻ കഴിവ് അളന്നെടുക്കുന്നവൻ മാത്രമല്ല, കുറവുകൾ നികത്തി എടുക്കുവാൻ വഴി കാണിച്ചു തരുന്നവൻ കൂടിയാണ് ഗുരു. ഒരു നല്ല സന്ദേശം. കഠിനമായ ചൂടുണ്ടായിരുന്ന ആ ദിവസം തണൽ മരങ്ങൾ ഒന്നുമില്ലാതിരുന്ന ആ റോഡിലൂടെ സാം നടക്കുകയായിരുന്നു. ചൂടിൻ്റെ കാഠിന്യം കാരണം സാം ആകെ വിയർത്തിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഏതാണ്ട് 10 വയസ്സുള്ള ഒരു കുട്ടി സാമിൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരുന്നു. 2-3 പ്രാവശ്യം ആ കുട്ടി സാമിൻ്റെ കാലിൻ്റെ പിന്നിൽ ചവിട്ടുവാൻ ഇടയായി. അദ്ദേഹം നോക്കിയപ്പോൾ ആ ഒരു കൊച്ചുകുട്ടിയാണെന്ന് കണ്ടു. ഒന്നും പറഞ്ഞില്ല. എന്നാൽ വീണ്ടും അത് ആവർത്തിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നിന്ന് ആ കുട്ടിയോട് പറഞ്ഞു, എന്താണ് കുട്ടി, നീ തുടർച്ചയായി എൻ്റെ കാലിൽ ചവിട്ടുന്നത്? കുട്ടി പറഞ്ഞു, ക്ഷമിക്കണം സാർ. ക്ഷമിക്കണം സാർ. എന്താണ് കുട്ടി, നീ തുടർച്ചയായി എൻ്റെ കാലിൽ ചവിട്ടുന്നത്? കുട്ടി പറഞ്ഞു, ക്ഷമിക്കണം സാർ, ഭയങ്കര ചൂട് കാരണം ഞാൻ സാറിൻ്റെ തണലിൽ നടക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. സാം നോക്കിയപ്പോൾ ആ കുട്ടിയുടെ മുഖമെല്ലാം വെയിലിൽ ചുവന്നു തുടുത്ത് സാർ, ഭയങ്കര ചൂട് കാരണം ഞാൻ സാറിൻ്റെ തണലിൽ നടക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. സാർ നോക്കിയപ്പോൾ ആ കുട്ടിയുടെ മുഖമെല്ലാം വെയിലിൽ ചുവന്നു തുടുത്തിരിക്കുന്നു. അവനും നന്നായി വിയർത്തൊലിക്കുന്നുണ്ട്. സാം അവനോട് പറഞ്ഞു, ഓക്കെ, എൻ്റെ തണലിൽ തന്നെ നടന്നുകൊള്ളൂ. ഒരു കുട്ടിക്ക് കഠിനമായ ചൂടിൽ താൻ അറിയാതെ തന്നെ സാം ഒരു തണലാവുകയായിരുന്നു. ഒരു ചിലവുമില്ലാത്ത ഒരു സഹായം ആദ്യം സ്വയം അറിയാതെയും പിന്നീട് ബോധപൂർവവും മറ്റൊരാൾക്ക് തണലായി തീർന്നു. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു തണലായി തീരുക എന്നതെത്ര മഹത്തരമാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു തണലായി തീരുക എന്നതെത്ര മഹത്തരമാണ്. ഒരു ചിലവുമില്ലാതെ ഏതെല്ലാം വിധത്തിൽ മറ്റുള്ളവർക്ക് തണലും ആശ്രവുമായി തീരുവാൻ നമുക്ക് സാധിക്കുന്നതാണ്.
പക്ഷേ അങ്ങനെ പോലും സഹായം ചെയ്യുവാൻ മനസ്സില്ലാത്ത ധാരാളം ആളുകളും സമൂഹത്തിലുണ്ട്. അതേസമയം തങ്ങളുടെ കഴിവും സമ്പത്തും ചിലവഴിച്ച് സഹായമായി തീരുവാൻ മനസ്സുള്ളവരുമുണ്ട്. നമ്മൾ ഇതിൽ ഏത് വിഭാഗത്തിലാണുള്ളത്? ഒന്ന് ചിന്തിക്കുക. ഒരിടത്ത് ഒരു പഴയ മൺകുടവും ചെമ്പുകുടവും ഉണ്ടായിരുന്നു. ചെമ്പുകുടം പലപ്പോഴും മൺകുടത്തോട് ഇങ്ങനെ പറഞ്ഞിരുന്നു: നോക്കൂ, ഞാൻ സ്വർണം പോലെ തിളങ്ങുന്നത് നീ കാണുന്നില്ലേ? നീയാണെങ്കിൽ ആകെ കരിവാളിച്ച് പ്രത്യേകിച്ച് വിലയൊന്നുമില്ലാത്ത ഒരു കുടമാണ്. ഇത് കേൾക്കുമ്പോഴൊക്കെ മൺകുടം ഇപ്രകാരം പറയുമായിരുന്നു: ഓരോരുത്തർക്കും അവരവരുടേതായ സ്വഭാവ ഗുണങ്ങളുണ്ട്, അതിൽ അഹങ്കരിക്കുന്നത് ശരിയല്ല. ഇത് പറഞ്ഞ് മൺകുടം ശാന്തമായിരിക്കുമായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വേനൽക്കാലം എത്തി. ചെമ്പുകുടവും കടുത്ത ചൂടിൽ ചൂടുപിടിക്കാൻ തുടങ്ങി. അതിലുണ്ടായിരുന്ന വെള്ളം കുടിക്കാൻ സാധിക്കാത്തതുപോലെ ചൂടാകാൻ തുടങ്ങി. അതോടുകൂടി ചെമ്പുകുടത്തിനടുത്തേക്ക് പോലും ആരും വരാതെയായി. പക്ഷേ മൺകുടം അതിന്റെ സ്വഭാവ ഗുണത്താൽ അതിനുള്ളിലെ വെള്ളം തണുപ്പിച്ച് സൂക്ഷിച്ചു. ദാഹം തോന്നിയവരൊക്കെ മൺകുടത്തിനടുത്തേക്ക് വരികയും ആവോളം വെള്ളം കുടിക്കുകയും ചെയ്തു. അപ്പോഴാണ് ചെമ്പുകുടത്തിന് ആ സത്യം മനസ്സിലായത്: പുറമേയുള്ള സൗന്ദര്യത്തിലുപരി നമ്മൾ മറ്റുള്ളവർക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനം. അന്നു മുതൽ പിന്നീട് ഒരിക്കലും അത് മൺകുടത്തിനെ പരിഹസിച്ചില്ല. രൂപസൗകുമാര്യത്തെക്കാൾ സ്വഭാവ ഗുണങ്ങൾക്കാണ് മേന്മയുള്ളത്. നമ്മുടെ ഉള്ളിലെ നല്ല മനസ്സാണ് യഥാർത്ഥത്തിൽ വിലമതിക്കപ്പെടേണ്ടത്. ഉദയവും അസ്തമയവും കാഴ്ചയിൽ ഒരുപോലെയല്ലേ? ഒറ്റ നോട്ടത്തിൽ സ്ഥലകാല ബോധത്തിനപ്പുറം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. ജീവിതത്തിലും ചിലതൊക്കെ അങ്ങനെയാണ്. പുതിയവർ പലരും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചിലതിൻ്റെയൊക്കെ ഉദയമാണെന്ന് നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കും. ഉദയമല്ല, ചില പ്രതീക്ഷകളുടെ അസ്തമയത്തിൻ്റെ തുടക്കമായിരുന്നു എന്ന് തിരിച്ചറിയാൻ വൈകിപ്പോകും. കടപ്പാട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ